ജാൻവി, ഓ എന്തുണ്ട്? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. നല്ല. ഞാൻ ഡ്രസ്സിനെ കുറിച്ചൊന്നും പറയത്തില്ല കേട്ടോ. അതിന്റെ കാണാൻ നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ചുകൂടെ പൊക്കം വെച്ചോ അതോ? അല്ല, അത് ഹീലുള്ള ചെരുപ്പിട്ടിട്ട്. ആ പറ്റിക്കല്ലേ. ഏത് പാട്ടാ പാടുന്നേ? അമ്പലക്കുളങ്ങരയെ കുളിക്കാൻ ചെന്നപ്പോൾ. കുളിക്കാറുണ്ടോ? ഒരു കൊച്ചു കുട്ടിയുടെ ചോദിക്കുന്ന ചോദ്യമാണ്, കുളിക്കാറുണ്ടോ? അമ്പലക്കുളങ്ങര കൈവിട്ട് പോയതാ. അമ്പലക്കുളങ്ങര കുളിക്കാറുണ്ടോന്നാ ഉദ്ദേശിച്ചത്. ഉണ്ടോ അമ്പലക്കുളത്തില്? തെറ്റിപ്പോയതാ മോളെ, തെറ്റിപ്പോയതാ. മധു ചോദിച്ച മീനുട്ടിയോട് ചോദിച്ചാ. സോറി കേട്ടോ, സോറി കേട്ടോ. അവസാനം മീനോട്ടിയുടെ പുറത്തല്ലേ? ഇല്ല, അല്ല കുളിച്ചിട്ടുണ്ട് അമ്പലക്കുളത്തില്? സാധാരണ കുളത്തിൽ കുളിച്ചിട്ടുണ്ട്, അമ്പലക്കുളത്തിൽ ഇല്ല അല്ലേ? ആ നല്ല രസമാണ് മക്കളെ, അതൊക്കെ വേണം ജീവിതത്തിൽ. മണ്ണ് വാരി കളിക്കണം, അമ്പലക്കുളത്തിൽ കുളിക്കണം, പിന്നെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഓല വെച്ചിട്ട് ഓലപ്പന്ത്, അതെ, പിന്നെ അതുപോലെ തന്നെ പാമ്പ്, ഒരുപാട് കാര്യങ്ങൾ. പങ്ക. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ആസ്വദിക്കുന്നില്ലല്ലോ എന്ന് അറിയുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമം. ശരിക്കും അതെ. അത് സാരമില്ല, എന്തായാലും നിങ്ങളുടെ വഴി വേറെ നടക്കട്ടെ. മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ലിറിക്സ് വയലാർ സാറ്, പാടിയത് ലീലാമ്മ. സിനിമ 1965 മാർച്ച് 5 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന്. എൻസൈക്ലോപീഡിയ. എവിടെ നിന്ന്? ഓടയിൽ നിന്ന്. ഡയറക്ടറിനെ അറിയാം, സേതു മാധവൻ സാർ. മോള് മെഡിക്കുകയാണ്, വേറൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതെ, ഡയറക്ടർ. കാരണം മാർച്ച് 5 ഇറങ്ങിയ പടം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറിനെ കൂടെ പറയാമല്ലോ. അത് ഞാൻ അടുത്ത അല്ല, അവരെയാണ് ആദ്യം പറയേണ്ടത്. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങില്ലല്ലോ. അതെ, അവരുണ്ടെങ്കിലേ ഉള്ളൂ സിനിമ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴേ പിന്നെ നമ്മുടെ VD രാജപ്പൻ ചേട്ടനെ ഓർമ്മ വരും. അദ്ദേഹം എന്തോന്ന് എന്തോ ഒരു സുന്ദരി എന്നോ ചെയ്യുന്ന സുന്ദരി എന്നോ അതുകൊണ്ട് ഏതാ എനിക്ക് കറക്റ്റായിട്ടോ എനിക്ക് ഓർമ്മയില്ല. അമ്പലപ്പുഴയിൽ ഞാൻ തണുക്കാൻ കിടന്നപ്പോൾ അയലത്തെ എന്തോ കാറോ ടാക്സിയോ? അയലത്തെ ടാക്സിക്കാർ കളിയാക്കി. അദ്ദേഹത്തിന്റെ ഓരോ പിന്നെ കഥയും അതിമനോഹരമാണ്. നമുക്ക് അതിനകത്തൊരു ബോറായിട്ട് ഒരു കാര്യവും തോന്നുന്നില്ല. നമ്മുടെ പാട്ടുകൾ തന്നെ, മലയാള പാട്ടുകൾ എടുത്തിട്ട് കോഴിയും കോഴിയും പിടക്കോഴിയായിട്ടുള്ള പ്രണയം. എന്നിട്ട് സത്യത്തിൽ നമ്മൾ അവസാനം ഞാൻ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കാര്യമില്ല, ഒരു കോഴി പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകും.